ഹലോ, എല്ലാവർക്കും സൺഷൈൻ ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ കുട്ടികൾക്ക് തടി വെക്കാൻ വേണ്ടിയിട്ട് ഉള്ള ഒരു 10 സൂപ്പർ ഫുഡിനെ കുറിച്ചാണ്. പല അമ്മമാരുടെയും ഭയങ്കരമായ ഒരു സങ്കടമാണ്, എൻ്റെ കുട്ടി തടിയില്ല, അവരെന്താ തടി വെക്കാത്തത് എന്നൊക്കെ. പക്ഷേ എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ തടിയുടെ കാര്യമല്ല, കുട്ടിക്ക് ആരോഗ്യമുണ്ടോ ഇല്ലയോ എന്നാണ് നിങ്ങൾ നോക്കേണ്ടത്. എന്തായാലും നിങ്ങളുടെ കുട്ടികൾക്ക് കൊടുത്താൽ അവർ നന്നായി തടി വെക്കുന്ന ഒരു 10 ഫുഡ്, തടി വെക്കുക മാത്രമല്ല ഹെൽത്തി ആയിട്ടുള്ള 10 ഫുഡിനെ കുറിച്ചാണ് ഞാൻ ഇന്നിവിടെ പറയുന്നത്. ആദ്യത്തെ ഫുഡ് ബ്രസ്റ്റ് മിൽക്ക് തന്നെ. എല്ലാ ഡോക്ടേഴ്സും റെക്കമെൻഡ് ചെയ്യുന്ന പോലെ തന്നെ എല്ലാ അമ്മമാരും നിർബന്ധമായും കുട്ടികൾക്ക് 6 മാസം വരെ മുലപ്പാൽ കൊടുക്കുന്നത് നിർബന്ധമാക്കണം. മുലപ്പാലിൽ എല്ലാത്തരം ന്യൂട്രിയൻസ് ഉണ്ട്. കുട്ടികളുടെ വളർച്ചയ്ക്ക് ആവശ്യമായിട്ടുള്ള, കുട്ടിയുടെ ബ്രെയിൻ ഡെവലപ്മെൻറ്റിന് ആവശ്യമായിട്ടുള്ള എല്ലാത്തരം ന്യൂട്രിയൻസും മുലപ്പാലിൽ അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് എല്ലാ അമ്മമാരും നിർബന്ധമായിട്ട് അതിലൊരു വിട്ടുവീഴ്ചകളും ഇല്ലാതെ നിർബന്ധമായും കുട്ടികൾക്ക് 6 മാസം വരെ മുലപ്പാൽ കൊടുക്കുക. സ്വീറ്റ് പൊട്ടാറ്റോ. വൈറ്റമിൻ എ, സി, B6, പൊട്ടാഷ്യം, കാൽഷ്യം, മഗ്നീഷ്യം എല്ലാം അടങ്ങിയിട്ടുള്ള ഒരു ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഫുഡാണ് സ്വീറ്റ് പൊട്ടാറ്റോ എന്ന് പറയേണ്ടത്. സ്വീറ്റ് പൊട്ടാറ്റോ നന്നായിട്ട് വാഷ് ചെയ്ത് അതിൻ്റെ തൊലി കളഞ്ഞ് നമുക്ക് കുട്ടിക്ക് കുക്ക് ചെയ്തിട്ട് അത് നന്നായിട്ട് ഉടച്ചിട്ട് കുട്ടികൾക്ക് കൊടുക്കാൻ കഴിയും. ഇനി ഒരു പ്യൂരി രൂപത്തിലും, അതായത് കുറച്ചുകൂടെ വെള്ളത്തിൽ അത് ഉടച്ചിട്ടാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു പ്യൂരി രൂപത്തിൽ കുട്ടിക്ക് കൊടുക്കാം. അതായത് 7 മാസത്തിന് മുകളിലുള്ള കുട്ടികൾക്ക് നിങ്ങൾക്ക് സ്വീറ്റ് പൊട്ടാറ്റോ കൊടുക്കാവുന്നതാണ്. ആഴ്ചയിൽ ഒരു 3 തവണയൊക്കെ നമുക്ക് സ്വീറ്റ് പൊട്ടാറ്റോ കൊടുക്കാം. അവരുടെ വെയിറ്റ് ഗെയിനിനും ഒക്കെ അവർക്ക് ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു ഫുഡാണ് സ്വീറ്റ് പൊട്ടാറ്റോ എന്ന് പറയുന്നത്. പൾസസ്, അതായത് പയറുവർഗ്ഗങ്ങൾ. നമ്മുടെ ന്യൂട്രിയൻസിൻ്റെ പവർ ഹൗസ് എന്ന് പറയുന്നത് തന്നെ പൾസസിനെയാണ്. ഒരുപാട് കാൽഷ്യവും പ്രോട്ടീൻസും എസെൻഷ്യൽ ഫാറ്റി ആസിഡ്സും ഒക്കെയുള്ള ഒരു ഫുഡാണ് പൾസസ് അല്ലെങ്കിൽ പയറുവർഗ്ഗങ്ങൾ എന്ന് പറയുന്നത്. കുട്ടിയുടെ ബ്രെയിൻ ഡെവലപ്മെൻറ്റിന് ഏറ്റവും ഉപകാരപ്പെട്ട ഒരു ഫുഡാണ് പൾസസ്. നമുക്ക് പല രൂപത്തിൽ പയറുവർഗ്ഗങ്ങൾ കുട്ടികൾക്ക് കൊടുക്കാം. അതായത് കിച്ചടി രൂപത്തിൽ ഉണ്ടാക്കിയിട്ട് നന്നായിട്ട് സ്മാഷ് ചെയ്തിട്ട് കുട്ടികൾക്ക് കൊടുക്കാം. അതുപോലെ ഇഡ്ഡലി ഉണ്ടാക്കിയിട്ട് നന്നായിട്ട് ഉടച്ചിട്ട് കുട്ടികൾ കൊടുക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുക, നന്നായിട്ട് ഉടച്ചിട്ട് വേണം കുട്ടികൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഒരു 6 മാസം തൊട്ട് കുട്ടികൾക്ക് കൊടുക്കാൻ കഴിയുന്നതാണ് ഇതുപോലത്തെ ഫുഡുകൾ. അടുത്തത് രാഗി എന്ന് പറയുന്ന ഫിംഗർ മില്ലറ്റ്. ഒരുപാട് ഡയറ്ററി ഫൈബറും കാൽഷ്യം, അയോണും പ്രോട്ടീനൊക്കെ ഉള്ളൊരു ഫുഡാണ് രാഗി. അത് കുട്ടിയുടെ വെയിറ്റ് ഗെയിനെ ബൂസ്റ്റ് ചെയ്യുന്ന ഒരു ഫുഡാണ് രാഗി. കുട്ടിയുടെ ബോൺസിനെ സ്ട്രെങ്തൻ ചെയ്യാനും ടീത്ത് ഡെവലപ്മെൻറ്റിനും ഓവറോൾ ഡെവലപ്മെൻറ്റിന് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഫുഡാണ് രാഗി. പല രൂപത്തിൽ കുട്ടികൾ കൊടുക്കാം. ദോശ രൂപത്തിൽ കൊടുക്കാം, ഇഡ്ഡലി രൂപത്തിൽ കൊടുക്കാം. അതൊക്കെ നിങ്ങൾ കുട്ടിക്ക് ഏതാണ് ഇഷ്ടം ആ രീതിയിൽ നിങ്ങൾ കുട്ടികൾക്ക് കൊടുക്കാവുന്നതാണ്. നല്ലൊരു ഫുഡാണ് രാഗി. അവരുടെ വെയിറ്റ് ഗെയിനിന് നന്നായിട്ട് ഹെൽപ്ഫുള്ളാണ്. 5ാമത്തെ വെയിറ്റ് ഗെയിനിങ് ഫുഡ് യോഗട്ടാണ്. കുട്ടികൾക്ക് 8 മാസം തൊട്ട് നമുക്ക് യോഗട്ട് കൊടുക്കാവുന്നതാണ്. കൊടുക്കുമ്പോൾ നിങ്ങൾ ഹോം മെയ്ഡ് കേട് അല്ലെങ്കിൽ അൺസ്വീറ്റൻഡ് യോഗട്ട് കുട്ടികൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ഏറ്റവും നല്ലത് വീട്ടിലുണ്ടാക്കുന്ന യോഗട്ടാണ്. ഇനി യോഗട്ട് കൊണ്ട് ഒരുപാട് ഉപയോഗങ്ങളുണ്ട്. അതായത് കുട്ടിയുടെ ഡൈജഷൻ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട്, കുട്ടിക്ക് രോഗപ്രതിരോധ ശേഷി കൊടുക്കാനൊക്കെ കഴിയുന്ന ഒരു ഫുഡാണ് യോഗട്ട് എന്ന് പറയേണ്ടത്. അത് മാത്രമല്ല, കുട്ടിയുടെ ഇനി എന്തെങ്കിലും വയറ് സംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടുകളോ ഗ്യാസ്ട്രിക് ട്രബിൾസോ അങ്ങനെ എന്തെങ്കിലും കുട്ടിക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് റെഡിയാക്കാനും യോഗട്ട് സഹായിക്കും. അടുത്തൊരു വിഭവം എഗ്ഗാണ്. എഗ്ഗ് ഒരുപാട് പ്രോട്ടീൻസും മിനറൽസും ഒക്കെയുള്ളൊരു ഐറ്റമാണ് എഗ്ഗ് എന്ന് പറയുന്നത്. എഗ്ഗ് നമുക്ക് ബോയിൽഡ് ചെയ്തിട്ടോ സ്ക്രംബിൾ ചെയ്തിട്ടോ ഏത് രീതിയിലും കുട്ടികൾക്ക് കൊടുക്കാം. പക്ഷേ കുട്ടികൾക്ക് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, 1 വയസ്സിന് മുകളിലുള്ള കുട്ടികൾക്ക് മാത്രമേ നമ്മൾ മുട്ട മുഴുവനായിട്ട് കൊടുക്കാൻ പാടുള്ളൂ. 1 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് മുട്ടയുടെ മഞ്ഞക്കരു മാത്രമേ കൊടുക്കാൻ പാടുള്ളൂ. അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ, മുട്ടയുടെ വെള്ള പോർഷനിൽ അലർജി ഉണ്ടാക്കാനുള്ള സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് 1 വയസ്സിന് മുകളിലുള്ള കുട്ടികൾക്ക് വെള്ളയും മഞ്ഞയും കൊടുക്കാം. 1 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് മഞ്ഞക്കരു മാത്രം. 7ാമത്തെ വിഭവം ബനാനയാണ്. ബനാന ഇഷ്ടപ്പെടാത്ത കുട്ടികൾ ചുരുക്കമായിരിക്കും, അല്ലേ? ബനാനയിൽ ഒരുപാട് വൈറ്റമിൻസും കാർബോഹൈഡ്രേറ്റും പ്രോട്ടീൻസും എല്ലാതുമുണ്ട്. ഇപ്പോൾ സ്കൂളിൽ പോകുന്ന കുട്ടികളാണെന്നുണ്ടെങ്കിൽ നമുക്ക് ബനാന ഒരു നേരത്തെ സ്നാക്കായിട്ട് അവർക്ക് കൊടുത്തയക്കാം. അല്ല, ചെറിയ മക്കളാണെന്ന് എന്നുണ്ടെങ്കിൽ അവർക്ക് പഴുത്ത ബനാന ഉടച്ചിട്ടോ അല്ലെങ്കിൽ പുഴുങ്ങിയിട്ട് ഉടച്ചിട്ടോ ഷേക്ക് രൂപത്തിലോ സ്മൂത്തി രൂപത്തിലോ ഒക്കെ നമുക്ക് കൊടുക്കാനാവുന്നതാണ്. അടുത്തൊരു വിഭവം ഗീ ആണ്, അതായത് നെയ്യ്. നമ്മുടെ വീട്ടിലുണ്ടാക്കിയ നെയ്യാണെങ്കിൽ വളരെ ഉത്തമം. കുട്ടികൾക്കുണ്ടാക്കുന്ന ഫുഡിൽ ഉണ്ടാക്കി കഴിഞ്ഞതിന് ശേഷം അല്പം ഗീ ചേർക്കുന്നത് വളരെ നല്ലതാണ്.
പക്ഷേ ഒരു കാര്യം ശ്രദ്ധിക്കുക, അമിതമായിട്ട് കൊടുക്കുകയാണെങ്കിൽ അത് കുട്ടികൾക്ക് ടമ്മി പ്രോബ്ലംസ് ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട്. ഈ ഒരു കാര്യം ശ്രദ്ധിച്ചിട്ട് വേണം കുട്ടികൾക്ക് നമ്മൾ ഗീ കൊടുക്കാൻ വേണ്ടിയിട്ട്. ഹോം മെയ്ഡ് ആണെന്നുണ്ടെങ്കിൽ വളരെ നല്ലതാണ്. 9ാമത്തെ ഐറ്റം ഡ്രൈ ഫ്രൂട്ട്സ് ആണ്. ഡ്രൈ ഫ്രൂട്ട്സ് 1 വയസ്സിന് മുകളിലുള്ള കുട്ടികൾക്ക് മാത്രമേ കൊടുക്കാൻ പാടുള്ളൂ. 1 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് ഡ്രൈ ഫ്രൂട്ട്സ് കൊടുക്കരുത്. ഡ്രൈ ഫ്രൂട്ട്സ് കൊണ്ട് പലതരത്തിലുള്ള അലർജികൾ ഉണ്ടാവാം. അതുകൊണ്ട് അക്കാര്യം നിങ്ങൾ പ്രത്യേകമായി ശ്രദ്ധിക്കണം. ആൽമണ്ട്സ്, പിസ്ത, വാൽനട്ട്, കാഷ്യൂസ്, റേസിൻസ് തുടങ്ങി എല്ലാ തരത്തിലുള്ള ഡ്രൈ ഫ്രൂട്ട്സും കുട്ടികൾക്ക് കൊടുക്കാവുന്നതാണ്. പക്ഷേ കൊടുക്കുമ്പോൾ ഡ്രൈ ഫ്രൂട്ട്സ് മുഴുവനായിട്ട് കൊടുക്കരുത്. കാരണം അത് ചോക്കിംഗ് അസാർഡ് ഉണ്ടാക്കാനുള്ള ചാൻസസ് ഉണ്ട്. അതുകൊണ്ട് അത് പൗഡർ രൂപത്തിലോ അല്ലെങ്കിൽ കുട്ടികൾക്ക് ഷേക്ക് രൂപത്തിലോ അവരുടെ മിൽക്കിൽ ചേർത്തിട്ടോ, പാല് കൊടുക്കുമ്പോൾ പാലിൽ ചേർത്തിട്ടോ, അല്ല എന്നുണ്ടെങ്കിൽ അവരുടെ ഫുഡിന്റെ മുകളിൽ സ്പ്രിങ്കിൾ ചെയ്തിട്ടോ ഒക്കെ നമുക്ക് കുട്ടികൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. നമ്മുടെ 10ാമത്തെ വിഭവം മറ്റൊന്നുമല്ല, അവോക്കാഡോസ് ആണ്. അവോക്കാഡോയുടെ രുചി കുട്ടികൾക്ക് അധികം ഇഷ്ടപ്പെടണം എന്നില്ല. കാരണം അതിന്റെ രുചി ആ ഒരു രീതിയിലാണല്ലോ, ഒരു ചവർപ്പ് രുചി പോലെയാണല്ലോ. അതുകൊണ്ട് അവർക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ അത് ഉണ്ടാക്കി കൊടുക്കാൻ ശ്രമിക്കുക. അതായത് മിൽക്ക് ഷേക്ക് രൂപത്തിലൊക്കെ ഉണ്ടാക്കിയാൽ കുട്ടികൾക്ക് ഇഷ്ടപ്പെടും. വൈറ്റമിൻ B6, E, കാൽഷ്യം, പൊട്ടാഷ്യം, ഫോളേറ്റ്, കോപ്പർ, ഡയറ്ററി ഫൈബർ തുടങ്ങിയ ഒരുപാട് ഘടകങ്ങൾ അവോക്കാഡോസിലുണ്ട്. കൂടാതെ ഹൈ ഫാറ്റ് കണ്ടന്റ് കൂടെയുള്ള ഒരു ഫുഡാണ് അവോക്കാഡോ. സോ നിങ്ങൾ നിങ്ങളുടെ കുട്ടിയുടെ ഫുഡിൽ അവോക്കാഡോ ഉൾപ്പെടുത്താൻ ഒരിക്കലും മറക്കരുത്. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കട്ടോ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ വരുന്ന ബെല്ലൈക്കണും കൂടി ഒന്ന് പ്രസ് ചെയ്യുക. അതിൽ ഓൾ എന്ന ഓപ്ഷൻ നെക്കി കൊടുക്കാം. സോ ബൈ ബൈ.